മലയാളത്തിൻ്റെ മഹാപ്രതിഭ എം.ടി. വാസുദേവൻ നായർക്ക് കേരള സർക്കാരിൻ്റെ സ്മരണാഞ്ജലി. എം.ടി. എന്ന രണ്ടക്ഷരം മറുനാട്ടുകാർക്ക് മലയാള ഭാഷയെ തിരിച്ചറിയാനുള്ള അടയാളമായിരുന്നു. കാലാതിവർത്തിയായ ക്ലാസിക് രചനകളിലൂടെ എന്നും തലയെടുപ്പോടെ നിന്ന മലയാള ഭാവനയുടെ പെരുന്തച്ഛൻ, ഒഴുകുന്ന ദേശങ്ങൾ മുഴുവൻ ഫലപുഷ്കലമാക്കിയ മഹാനദി പോലെ കൈവച്ച മേഖലകളിലെല്ലാം മലയാള ഭാഷയെയും സംസ്കാരത്തെയും സമ്പന്നമാക്കിയ മഹാപ്രതിഭ. 7 പതിറ്റാണ്ടിലേറെക്കാലം കേരളത്തിൻ്റെ സാംസ്കാരിക നഭോമണ്ഡലത്തിൽ സൂര്യശോഭയോടെ ജ്വലിച്ചു നിന്ന അപൂർവ വ്യക്തിത്വം. കേരളീയ സാമൂഹിക ജീവിതത്തെ മുഖക്കണ്ണാടിയിൽ എന്ന വണ്ണം അഭ്രപാളിയിൽ പ്രതിഫലിപ്പിച്ച ചലച്ചിത്രകാരൻ, സാഹിത്യത്തിലെ അമൂല്യമായ നിധികൾ കണ്ടെടുത്ത സൂക്ഷ്മദർശിയായ പത്രാധിപർ. എം.ടി. കഥയെന്ന് പറഞ്ഞ് എഴുതിയതെല്ലാം നാം കവിതകളായി വായിച്ചു. തിരക്കഥയെ അദ്ദേഹം കടലാസിൽ കാണാവുന്ന സിനിമ എന്ന സവിശേഷ സാഹിത്യരൂപമാക്കി മാറ്റി. മലയാളത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും അനുഭവിപ്പിച്ച രചനകളിലൂടെ നമ്മുടെ ഭാഷയെയും സാഹിത്യത്തെയും സ്നേഹിക്കാൻ പല തലമുറകളെ പ്രചോദിപ്പിച്ചു. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പരിണാമങ്ങളെ ഒരു ചരിത്രകാരൻ്റെ ജാഗ്രതയോടെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. ഇതിഹാസങ്ങളും ഐതിഹ്യങ്ങളും പുനർവായനയ്ക്ക് വിധേയമാക്കി അവയ്ക്ക് പുതുഭാഷ്യങ്ങൾ ചമച്ചു. അങ്ങനെ പച്ചമനുഷ്യരുടെ ആത്മസംഘർഷങ്ങൾ പേറുന്ന ഭീമനും പെരുന്തച്ഛനും ചന്തുവുമെല്ലാം അനശ്വര കഥാപാത്രങ്ങളായി പുനർജനിച്ചു. സ്വന്തം ജീവിതം കൊണ്ട് ഉദാത്തമായ ഒരു സാംസ്കാരിക മാതൃക കാട്ടിത്തരികയാണ് എം.ടി. ചെയ്തത്. മതാതീതമായ മാനവികതയ്ക്ക് വേണ്ടി നിലകൊണ്ടവരായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ. എന്നും ശക്തമായ മതേതര നിലപാട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. സാമൂഹിക പ്രശ്നങ്ങളിൽ തികഞ്ഞ മാനുഷികതയോടെയും അനുതാപത്തോടെയും ഇടപെടുകയും ചെയ്തു. പ്രസിദ്ധീകരിച്ച നാലുകെട്ട് കേരളീയ നവോത്ഥാനത്തിൻ്റെ ഊർജം ആവാഹിച്ച രചനയായിരുന്നു. ഫ്യൂഡലിസത്തിൻ്റെ ജീർണതകൾ പേറുന്ന നാലുകെട്ടുകൾ ഇരുട്ട് നിറഞ്ഞ നിർമ്മിതികളാണെന്നും കാറ്റും വെളിച്ചവും കടക്കുന്ന ചെറിയ വീടുകളും വലിയ മനസ്സുകളുമാണ് കേരളത്തിൽ വേണ്ടതെന്നും ഊന്നിപ്പറയുകയായിരുന്നു എം.ടി. കാലം, അസുരവിത്ത്, മഞ്ഞ്, രണ്ടാമൂഴം, വാരണാസി തുടങ്ങിയ നോവലുകളിലൂടെയും അസംഖ്യം ചെറുകഥകളിലൂടെയും അദ്ദേഹം മലയാളിയുടെ ഭാവനാ പ്രപഞ്ചത്തെ വിസ്തൃതമാക്കി. മലയാള സിനിമയെ ദേശീയ തലത്തിൽ അടയാളപ്പെടുത്തിയ നിരവധി ചിത്രങ്ങളുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്നു എം.ടി. 1973 ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം മികച്ച ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി. ഓളവും തീരവും, ഇരുട്ടിൻ്റെ ആത്മാവ്, ഓപ്പോൾ, വൈശാലി, അമൃതം ഗമയ, ആരണ്യകം, നഖക്ഷതങ്ങൾ, എന്റെ സ്വന്തം ജാനകിക്കുട്ടി, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ഛൻ, പരിണയം, പഞ്ചാഗ്നി, കടവ്, സുഹൃതം, സതയം, പഴശ്ശിരാജ തുടങ്ങി 60ഓളം ചിത്രങ്ങൾ എഴുതി അദ്ദേഹം മലയാള സിനിമയെ പ്രമേയപരമായി നവീകരിച്ചു. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം, 7 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, 21 സംസ്ഥാന പുരസ്കാരങ്ങൾ, രാഷ്ട്രത്തിൻ്റെ ആദരവായ പത്മഭൂഷൺ തുടങ്ങി തേടിയെത്തിയ അംഗീകാരങ്ങൾ നിരവധി. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപർ, കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ, തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ അധ്യക്ഷൻ തുടങ്ങിയ നിലകളിൽ ഭാഷയ്ക്കും സാഹിത്യത്തിനും എം.ടി. നൽകിയ സേവനങ്ങൾ എക്കാലത്തും ഓർമ്മിക്കപ്പെടും. സാധാരണക്കാർക്കും ബുദ്ധിജീവികൾക്കും ഒരുപോലെ കടന്നു ചെല്ലാൻ പാകത്തിലുള്ള സാഹിത്യലോകമാണ് എം.ടി.യുടെ. മലയാള സാഹിത്യ ചരിത്രത്തിലെ മതനിരപേക്ഷ പാരമ്പര്യത്തിൻ്റെ മഹത്തായ സമകാലിക തേജസ്സുകളിൽ ഒന്നാണ് എം.ടി. എന്നതാണ്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്നെഴുതിയ എം.ടി. മടങ്ങുമ്പോൾ മലയാള ഭാഷ തന്നെയാണ് അനാഥമാവുന്നത്. എം.ടി. എന്ന രണ്ട് വാക്കുകൾ തന്നെ അദ്ദേഹം
കേരളത്തിൽ നൽകിയ സംഭാവനകളെ ജ്വലിപ്പിക്കുന്ന വാക്കുകളാണ്. അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ല എന്നതാണ് വസ്തുത.